Hello, good morning. Good morning. Good morning, ma'am. Good morning. Okay. So, നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ ടീച്ചേഴ്സ് എടുത്തു കഴിഞ്ഞു അല്ലേ? നമുക്കിവിടെ പ്രസന്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു നോട്ടില്ല, ബിക്കോസ് ഇതിപ്പോ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ലാസ്റ്റ് ക്ലാസ് മീൻസ് നമ്മളുടെ ഓൾ ടുഗദർ എന്തൊക്കെയാണ് നമുക്കിനി എന്താ ചാപ്റ്റർ പഠിച്ചത്. ഓരോ ടീച്ചേഴ്സും അവരവരുടേതായ രീതിയിൽ ചില എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ക്ലാസ് എന്തായാലും എന്താ പറയാ, നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ക്ലാസ്സുകൾ കഴിയുമല്ലോ അല്ലെ. അപ്പൊ ഓൾ ടുഗദർ എല്ലാ ചാപ്റ്റേഴ്സും അവരവരുടെ ഓരോ ടീച്ചേഴ്സും അവരവരുടെ എത്ര ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ അതനുസരിച്ചിട്ട് അവരത് എന്താ പറയാ റിവിഷൻ പോലെ, റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് എന്താ പറയാ ഒന്ന് റിവൈൻഡ് ചെയ്യാനായിട്ട് ഏതൊക്കെ ചാപ്റ്റർ ആണെന്നെങ്കിലും ഓർമ്മയുണ്ട്, ആ ചാപ്റ്ററിനകത്ത് എന്ത് കാര്യങ്ങളെ കുറിച്ചാ മെൻഷൻ ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്, അതൊക്കെ നമുക്കിങ്ങനെ ഓർത്തെടുക്കാം. അത്രേ നമുക്കിപ്പോ പറ്റുള്ളൂ. കാരണം ഓരോ ചാപ്റ്ററിൽ നമുക്ക് എങ്ങനെയാണ് എന്താ പറയാ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഇനിയുള്ള സമയം ഇന്നും നാളെയും നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇന്നും അതുപോലെ തന്നെ അടുത്ത നാളത്തെ ക്ലാസ്സിലും അങ്ങനെ നമുക്ക് ഒരു ഡിസ്കഷൻ ആണ് ത്രൂ. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഓരോ ചാപ്റ്ററിലും, ഞാൻ എടുത്തേക്കുന്ന ചാപ്റ്റർ ഒക്കെ അറിയാലോ അല്ലെ, അറിയാലോ ഏതൊക്കെ ചാപ്റ്റർ എടുത്തേക്കണേന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. ആദ്യം നമ്മൾ എടുത്തത് ഒരു HRM സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അതിലെന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, എന്തിനെ കുറിച്ചൊക്കെ ആയിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാ. അതായത് ഒരു ഓർഗനൈസേഷനിൽ, ഇത് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസ് ആണെങ്കിലും അവിടെയുള്ള എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇല്ലാതെ ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ ഹാൻഡിക്യാപ്ഡ് ആണ് എന്നാണ് പറഞ്ഞു തുടങ്ങിയത് തന്നെ ചാപ്റ്റർ അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. മൊത്തം എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എന്താ പറയാ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്യാനും അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യാനും അതുപോലെ ഓരോ കാര്യങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യാനും ഒക്കെ എന്താ ഹലോ വന്ദന മാം എടുത്തു അല്ലെ, അതിന്റെ റിവിഷൻ എടുത്തോ? ഹലോ 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 ആ അതിന്റെ റിവിഷൻ എടുത്തു. ഞാൻ എടുത്ത ചാപ്റ്റർ ഏതാ? ഇൻട്രൊഡക്ഷൻ ആയിരുന്നോ? ഇൻട്രൊഡക്ഷൻ ആണോ എടുത്തത്? ഞാൻ പറയേ. ഡിസാസ്റ്ററോ? അത് സെക്കൻഡ് മൊഡ്യൂൾ അല്ലേ, 6th മൊഡ്യൂൾ അല്ലേ ഡിസാസ്റ്റർ എടുത്തത്? ഫസ്റ്റിനകത്തോ 5th മൊഡ്യൂളിലോ? അതിലേതെടുത്തത്? ഇൻട്രൊഡക്ഷൻ ആണോ? പറഞ്ഞേ നോക്കട്ടെ ഞാൻ, നിങ്ങൾ എന്താ പറയണേ. ഫിഫ്ത്ത് മൊഡ്യൂൾ ഒന്നുമില്ലേ, ഒന്നും കൊടുത്തില്ലേ? അങ്ങനെയല്ല ഒരു സംഭവം.
മൊഡ്യൂളിൽ ഞാൻ ഒറ്റ ചാപ്റ്റർ എടുത്തില്ലെന്നോ? മാം വാഹിദ മിസ്സിന്റെ പകരം വന്നതല്ലേ? അത് കുറച്ച് പോർഷൻ എടുത്തിട്ടുണ്ട് ഫാർമസിന്റെ. ശരിയാണ്. ശരി, വാഹിദ മിസ് ആയിരുന്നു തുടക്കം ഉണ്ടായിരുന്നത് അല്ലേ? അപ്പൊ ഞാൻ തുടക്കം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ അടുത്തത് ആ ക്ലാസ്സിലായിരുന്നു. ഓക്കെ, അപ്പൊ ഡിസാസ്റ്റർ തുടങ്ങി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ചറമ് സ്പെസിമെൻ നമ്മള് വേറെ PGക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ അത് എടുത്തില്ല എന്ന് പറയണം. ഞാൻ ബിഗിനിങ് തുടങ്ങി ഉണ്ട് എന്നുള്ളൊരു ഓർമ്മയായിപ്പോയി, സോറി. ഓക്കെ, അപ്പൊ ഡിസാസ്റ്റർ തുടങ്ങിയാൽ നമ്മൾ എടുത്ത ഡിസാസ്റ്ററും പിന്നെ ക്ലിനിക്കൽ ഓഡിറ്റും HMIS. അപ്പൊ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കറിയാം, എല്ലാം കുറെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ഡിസാസ്റ്റർ ആണ് കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്. ദാറ്റ് മീൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക് ആയിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഡിസാസ്റ്റർ മാനേജ്മെന്റില് നമ്മൾ പ്രീ ഡിസാസ്റ്റർ, അതുപോലെ തന്നെ അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ ആൻഡ് ഓൾസോ പോസ്റ്റ് ഡിസാസ്റ്റർ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പറഞ്ഞു അല്ലെ. ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പേ തയ്യാറെടുപ്പുകള്, അതുപോലെ തന്നെ ഡിസാസ്റ്ററിന്റെ സമയത്ത് എടുക്കേണ്ട ചില കാര്യങ്ങള് അല്ലെ, പ്രിപ്പറേഷൻസ്. അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ കഴിഞ്ഞാലും കുറച്ച് ദുരന്തങ്ങളൊക്കെ ഫേസ് ചെയ്ത അത്തരം ഏരിയാസിൽ അവരെടുക്കേണ്ട ചില പ്രിക്കോഷൻസ്, നടപടികളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ഈ ഡിസാസ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കേണ്ട ഒരു ആൾക്കാരാണ് നമ്മുടെ ഹോസ്പിറ്റൽസ്. അപ്പൊ ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ് ഡിസാസ്റ്ററിന്റെ എന്താ പറയാ റിസൾട്ടുകൾ അല്ലെങ്കിൽ ഡിസാസ്റ്ററിന്റെ എഫക്റ്റുകൾ, ഹൗ ഇറ്റ് എഫക്ട് ദ ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റലിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഡിസാസ്റ്റർ വിക്ടിംസിനെ നമ്മൾ അവിടെ നിന്ന് ഡിസാസ്റ്റർ ഉണ്ടായ ഏരിയയിൽ നിന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ പല രീതിയിലും അവരെ സോർട്ട് ചെയ്തും ഒക്കെ എന്താണ് പറയാ, ഏറ്റവും കൂടുതൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വിത്തിൻ നോ ടൈം, ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യാതെ ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കേണ്ട ആളുകളുണ്ട്. അതുകൂടാതെ അവിടെ ഹോസ്പിറ്റൽസിന്റെ ആ വാതുക്കെ ചെന്നാലും അവിടെയും നമുക്ക് പല രീതിയിലും ആളുകളെ ക്ലാസിഫൈ ചെയ്ത്, ദാറ്റ് മീൻസ് ട്രയേജ് അല്ലെ, സോർട്ടിങ് ചെയ്ത് വീണ്ടും അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിൽ പ്രിഫറൻസ് കൊടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത്. ഡിസാസ്റ്ററിന്റെ ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾക്ക് ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് നമ്മള് ഡിസാസ്റ്ററിന്റെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചാടിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ? ഡിസാസ്റ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം അറിയില്ലേ? എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയോ നോക്കാം അല്ലെ. അപ്പൊ ഞാനൊന്ന് ചോദിക്കാം. ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കട്ടെ. ഡിസാസ്റ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ്, ഏതൊക്കെ രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാ അറിയാൻ പറ്റുമോ? ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡിസാസ്റ്ററുകളെ മെൻഷൻ ചെയ്യാൻ പറ്റും? Which are the classifications of disaster? അറിയാമോ? 2 ആണ്. ഏതൊക്കെയാണത്? ഏതൊക്കെയാണത്? ഇന്റേണലും എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സും. ഇന്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോ what do you mean by that? എന്താണ് ഈ ഇന്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോ? ഇന്റേണൽ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽസിന് അകത്ത് തന്നെ വിതിൻ ദ ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസിലോ ഒക്കെ അതിനകത്തുണ്ടാകുന്ന എന്താ പറയാ ഡിസാസ്റ്റേഴ്സ് ആണ്. Can you say some examples for some internal disaster? ഇന്റേണൽ ഡിസാസ്റ്റർ എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? യെസ്, ഫയർ എക്സ്പ്ലോഷൻ. അതെ, ഫയർ എക്സ്പ്ലോഷൻ ഉണ്ടാകാം. പിന്നെ എനിത്തിങ് എൽസ്? ഉണ്ടോ? നമ്മള് ഈ ഫോർവാൾഡ് സ്പില്ലേജ് ഓഫ് കെമിക്കൽസ്, അതെ,
അതായത് നമ്മളുടെ ഹോസ്പിറ്റൽസിനകത്ത് എന്താ പറയാ ലാബും മറ്റു കാര്യങ്ങളും റേഡിയോളജി വിഭാഗം ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇൻ ലാബ് ഓർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് there may be some explosions of chemicals or radio isotope pharmaceuticals. അതായത് നമ്മുടെ റേഡിയോളജിയുടെ ഡിപ്പാർട്ട്മെന്റിലും ലാബിനകത്തൊക്കെ ഒരുപാട് കെമിക്കൽസും മറ്റൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. പെട്ടെന്നൊക്കെ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ലീക്കേജുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതും പലതരത്തിലുള്ള എന്താ പറയാ അത് സ്റ്റില്ലായി അവിടെ ഇവിടെയൊക്കെ വീണ അതും ഒരു വലിയ ദുരന്തത്തിൽ തന്നെ ചിലപ്പോ വരും. കാരണം പെട്ടെന്ന് അതിൽ നിന്നൊക്കെ ചില സാധനങ്ങളുമായിട്ടൊക്കെ എന്താ പറയാ റിയാക്ഷൻസ് വന്ന് അതും എക്സ്പ്ലോഷൻസിന് കാരണമാകാനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ജനറൽ ആയിട്ട് നടക്കുന്ന നമ്മളുടെ ഡിസാസ്റ്ററുകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഇനി മറ്റൊരു ഫോർവാണ്ട് ഒരു ഡിസാസ്റ്ററിനെ കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫോർവാണ്ട് FOREWARNED ഒരു ഫോർവാണ്ട് ഡിസാസ്റ്ററിനെ കുറിച്ച് അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നു. അതെന്താ അത്? ഫോർവാണ്ട് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഓർക്കണ്ടോ പറഞ്ഞത്? ഓർക്കണില്ല. ഫോർവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്തു, അവിടെ നിന്ന് ഒരുപാട് വിക്ടിംസിനെ ഡിസാസ്റ്ററിൽ ഉണ്ടായിരുന്ന കുറെ വിക്ടിംസിനെ ഒക്കെ ഒരു അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ കൊണ്ടുചെന്നു. അപ്പൊ അവിടെ ചിലപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഡ്യൂ ടു എന്താ പറയാ ഒരുപാട് ഇൻഫ്ലക്സ് ഓഫ് പേഷ്യൻസ്, ഒരുപാട് പേഷ്യൻസിനെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ടോ അവരിൽ നിന്ന് കുറച്ച് പേരെയൊക്കെ നമുക്ക് വേറെയും അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത പ്രദേശങ്ങളിൽ ചിലപ്പോൾ നെയ്ബർ ആയിട്ടുള്ള വില്ലേജസിലുള്ള ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ നെയ്ബറിംഗ് ടൗണിലുള്ള ഹോസ്പിറ്റൽസിലേക്കും ഒക്കെ ചിലപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നിന്ന് ഇൻഫോർമേഷൻ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞ ഒരു എന്താ പറയാ സ്ഥലത്ത് ഒരു ഇത് നടന്നിട്ടുണ്ട്, ഡിസാസ്റ്റർ ഉണ്ട്, ഇവിടെ കുറെ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടെന്നോ അല്ലെങ്കിൽ എന്താണോ റീസൺ അത് മെൻഷൻ ചെയ്തുകൊണ്ട് അവരെ അറിയിക്കുക. അതാണ് ഫോർവാർഡ്. വേറൊരു പെർട്ടിക്കുലർ ഹോസ്പിറ്റൽസിൽ നിന്ന് ഒരു വാർണിംഗ് കിട്ടുകയാണ് ദാറ്റ് there has been a disaster occurred, ഒരു ഡിസാസ്റ്റർ ഉണ്ടായി എന്നും അപ്പൊ അതിൽ കുറെ പേഷ്യൻസിനൊക്കെ ഇവിടെ കൊണ്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് പേര് അങ്ങോട്ടേക്ക് അയക്കുകയാണെന്നൊക്കെ അങ്ങനെ ഒരു മുന്നറിയിപ്പോട് കൂടി വരുന്ന ഡിസാസ്റ്റർ ആണ് ഫോർവാർഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനും ഒക്കെ ഏത് ഡിസാസ്റ്ററിനെ ആണെങ്കിലും ഫേസ് ചെയ്യാനായിട്ട് എല്ലാ ഹോസ്പിറ്റൽസും എപ്പോഴും എങ്ങനെയായിരിക്കണം, അതിനുള്ള ആ ഒരു എല്ലാ തരത്തിലുള്ള എക്യുപ്ഡ് ആയിരിക്കണം, എല്ലാ തരത്തിലും മാനുവലി, അതായത് പ്രൊഫഷണൽസും അതിനു വേണ്ടിയിട്ടുള്ള ജോലിക്കാരും അതുപോലെ തിങ്സ്, എക്യുപ്മെന്റ്സ്, ഇൻസ്ട്രുമെന്റ്സ്, വട്ടവർ ഇറ്റ് ഈസ് നീഡഡ്, എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊക്കെ വെച്ചിട്ട് എല്ലാവരും വളരെ അലേർട്ട് ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ്. അത് ഏത് സമയത്ത് ഉണ്ടാകുന്ന മുന്നറിയിപ്പൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ഈ ഫോർവാർഡ് ഡിസാസ്റ്റർ മാത്രമേ ഇച്ചിരി മുന്നറിയിപ്പോടുകൂടി വരുള്ളൂ, മറ്റു ഹോസ്പിറ്റൽസിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, അതല്ലാത്ത ഏത് ഡിസാസ്റ്ററും എപ്പോ വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹോസ്പിറ്റൽസ് എപ്പോഴും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വരുന്നത്. അതാണ് ആ ചാപ്റ്ററിൽ കൂടുതലും പറയുന്നത്. അപ്പൊ ഏത് സമയവും ഡിസാസ്റ്റർ ഉണ്ടാകാം, ആ ഒരു കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് കൂടുതലും മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു എന്താ പറയാ ഏതൊക്കെ മേജർ ഡിസാസ്റ്റേഴ്സ് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ അവിടെ പറഞ്ഞത് 1980 മുതല് 2009 വരെ, അതിനുശേഷവും ഡിസാസ്റ്റേഴ്സ് ഒക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു കണക്കാണ് ഇവിടെ പറയുന്നത്. 1980 മുതൽ 2009 വരെയുള്ള കുറെ ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചും അത് എന്ത് ഡിസാസ്റ്റർ ആണ് അവിടെ വന്നതെന്നൊക്കെ നമ്മള് പറഞ്ഞിരുന്നു അല്ലെ, പറഞ്ഞില്ലേ? അപ്പൊ അതെ, ഫ്ലഡും എർത്ത്ക്വേക്കും ആയിരുന്നു അതിനകത്ത് കൂടുതലും മെൻഷൻ ചെയ്തിരുന്നത്, പിന്നെ സുനാമിയും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിസാസ്റ്റേഴ്സ് ഒക്കെ എവിടെയാണ് പർട്ടിക്കുലർലി അതിന് ഒരു ലൊക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി വെക്കണം. കാരണം നമ്മുടെ എക്സാമിന് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഫേസസ് ഓഫ് ഫേസസ് ഓഫ് ഡിസാസ്റ്റർ നമ്മൾ പറഞ്ഞു. ഡിസാസ്റ്ററിന്റെ ഫേസസ് ഏതൊക്കെയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? പ്രീ ഡിസാസ്റ്റർ ഫേസ് അല്ലെ, അതായത് ഡിസാസ്റ്ററിന് തൊട്ട് മുന്നുള്ള സമയവും, അതുപോലെ തന്നെ അലേർട്ട് ഫേസ്, നമുക്ക് പേടിയല്ല ജാഗ്രതയാണ് വേണ്ടത് അല്ലെ, അലേർട്ടാണ്, നമ്മൾ പാനിക് ആയിട്ട് പേടിച്ചു നിന്നിട്ട് കാര്യമില്ല, നമ്മൾ ജാഗ്രത പാലിക്കുക, അതാണ് വേണ്ടത്. അപ്പൊ ആ ഒരു ഫേസ്. ഇമ്പാക്ട് ഫേസ്, ദാറ്റ് മീൻസ് ആ ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട്, ആ ഫേസ്. പിന്നെ പോസ്റ്റ് ഇമ്പാക്ട്,
തൊട്ട് പിന്നാലെ, അതായത് ഡിസാസ്റ്റർ കഴിഞ്ഞു ഒഴിഞ്ഞു പോയി, പക്ഷെ ഡിസാസ്റ്റർ കഴിഞ്ഞു പോയാലും ഡിസാസ്റ്റർ അഫക്റ്റഡ് ഏരിയാസും ഡിസാസ്റ്റർ അഫക്റ്റഡ് വിക്ടിംസും അതിൽ നിന്ന് മുക്തരാകില്ല പെട്ടെന്നൊന്നും, അതിന് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള തൊട്ട് അടുത്ത സമയങ്ങളാണ് പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് എന്ന് പറയുന്നത്. പിന്നെ റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഓൾസോ വിൽ ടേക്ക് ടൈം, അല്ലെ? നമുക്കറിയാം ഡിസാസ്റ്റർ ഒക്കെ ചെയ്തിരിക്കുന്ന പ്രദേശങ്ങളിൽ ആളുകൾക്കും അതുപോലെ തന്നെ ഒരുപാട് പ്രോപ്പർട്ടീസിനും, അല്ലെ, ബിൽഡിങ്സ് ഉൾപ്പെടെയുള്ള പ്രോപ്പർട്ടീസിനൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ആളുകൾക്കാണെങ്കിൽ അവരെ വേഗം തന്നെ അവർക്ക് ഇഞ്ചുവേർഡ് ആയിട്ടുള്ളവരുണ്ടാകാം, മാനസികമായ ചില സമ്മർദ്ദങ്ങൾ ഏറ്റവരുണ്ടായിരിക്കാം, അല്ലെ? അപ്പൊ അതില് വീടും ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ടായിരിക്കും. ഇവരെയൊക്കെ വേഗം തന്നെ റിഹാബിലിറ്റേറ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് പുനരഭ്യസിപ്പിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം. അതുപോലെ തന്നെ അതിന് എന്താ പറയാ, റിഹാബിലിറ്റേറ്റ് ചെയ്തത് മാത്രമല്ല, അതിനുശേഷം അവരുടെ എന്തൊക്കെ വീടും ഒക്കെ കിടപ്പാടൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരിക്കും, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും, വലിയ രീതിയിലൊക്കെ അല്ല എങ്കിലും ചെറുതായിട്ട് അവർക്കതൊക്കെ എന്താ പറയാ കൺസ്ട്രക്ട് ചെയ്യാനുള്ള അവരോടൊപ്പം നിന്ന് അതൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാതെ എല്ലാം കഴിഞ്ഞു ഇനി അവിടെ അവസാനിച്ചില്ലോ എന്ന് പറഞ്ഞിട്ട് വഴിയില് ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഡിസാസ്റ്ററിന്റെ ഫേസസിനകത്ത് വരുന്നതാ. ആ ഫേസസ് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രീ ഡിസാസ്റ്റർ ഫേസ്, അലേർട്ട് ഫേസ്, ഇമ്പാക്ട്, പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് ആൻഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഫേസ്. ഓക്കെ, നമുക്കൊന്ന് ഓർത്തെടുത്തോട്ടെ, വേഗം ഒന്ന് ഓർത്തെടുത്തോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലകൾ തട്ടി വെറുതെ ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ ഒരു മണിക്കൂർ കേട്ടോണ്ടിരിക്കാം. ഞാനിവിടെ ഇപ്പൊ എന്താ പറയാ, അത് നമുക്ക് ഒന്ന് മനസ്സിലേക്ക് ഓർത്തെടുക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നാണ് എക്സാമിന്റെ ഡേറ്റ് എന്നേക്കണേ? ഡേറ്റ് എന്നാ തന്നത്? വന്നില്ലേ? വരും കേട്ടോ, നല്ല വരും. പറയും, നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ തരുന്നതായിരിക്കും. ഓക്കെ, സോ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞിട്ടല്ല അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ബിഫോർ എ ഡിസാസ്റ്റർ ഒക്കർ വി ഷുഡ് ട്രെയിൻ ദ പീപ്പിൾ ഹൗ ടു ആക്ട് വെൻ എ ഡിസാസ്റ്റർ ഒക്കർ. എങ്ങനെയാണ് ഒരു ഡിസാസ്റ്ററിന്റെ സമയത്ത് എങ്ങനെ ആളുകൾ പെരുമാറണം, എങ്ങനെയാണ് ആളുകൾ പ്രതികരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ട്രെയിനിങ് ഒക്കെ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് വെച്ചൊരു അതിന് നേരത്തെ ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെ ഒരുപാട് വീഡിയോസ്, ഡെമോ ക്ലാസ്സസ്, അതുപോലെ തന്നെ മോക്ക് ഡ്രിൽസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട് ഇന്ന്, ആളുകളെ കുറിച്ച് അവയർനെസ്സിന് വേണ്ടിയിട്ട്, അല്ലെ, ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫ്ലഡ് വരുമ്പോ നമ്മളെങ്ങനെ ചെയ്യണം, ഒരു കെട്ടിടത്തിന് തീ പിടിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് എസ്കേപ്പ് ആകാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ ആളുകൾ ഇന്ന് വീഡിയോസ് ആയിട്ടും നേരെ പോയി അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് അത് ഡെമോ പോലെ ചെയ്തും ഒക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഹോസ്പിറ്റൽസിലും നമ്മൾ എന്താ പറയാ ഈ പറയുന്ന പോലെ ഡിസാസ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ഹോസ്പിറ്റൽസിലും ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഹോസ്പിറ്റൽസിലും അത്തരം ഡിസാസ്റ്റർ ഒക്കെ ചെയ്തില്ലായെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുത്തെ എങ്ങനെയാണ് ആ ഡിസാസ്റ്റർ എന്ന് കേൾക്കുമ്പോ നമ്മൾ എങ്ങനെയാണ് ആ സമയത്ത് റിയാക്ട് ചെയ്യണ്ടേ, അവിടുത്തെ ജോലിക്കാരൊക്കെ എവിടെ വരണം, എന്തൊക്കെ കാര്യങ്ങൾ അവർ അതിനു വേണ്ടി ചെയ്യണം, അതൊക്കെ അവരുടെ ടൂൾസും എക്യുപ്മെന്റ്സും ഒക്കെ വെച്ച് കറക്റ്റ് ആയിട്ട് അത് അവർ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെ ഒരു ട്രെയിനിങ് ആണ്. അപ്പൊ പ്രൊഫഷണൽസിന് ആ സമയത്ത് ഓടി നടന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രം പോരാ, അവരെ കൊണ്ട് അത് ആക്റ്റീവായി ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് പറ്റും, ആക്ട് അക്കോർഡിംഗ്ലി, അതനുസരിച്ച് പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രെയിനിങ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ് കൊടുക്കുക, അത് ആളുകൾക്ക് കൊടുക്കുക. എന്താ പറയാ, ഡിസാസ്റ്റർ ഒക്കർ ചെയ്യും, അപ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, മനുഷ്യന്മാരെ നമ്മൾ ട്രെയിൻ ചെയ്യണം. ആൻഡ് ഓൾസോ നമ്മുടെ ഹോസ്പിറ്റൽസിലും അവിടെയുള്ള ഒഫീഷ്യൽസ്, പ്രൊഫഷണൽസ്, സ്റ്റാഫുകൾ അവർക്കും വേണ്ടത്ര ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അലേർട്ട് ഫേസ് എന്ന് പറയുന്നത് ജാഗ്രതയാണ്. അലേർട്ട് ഫേസ് എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയാ ഡിസാസ്റ്റർ, ഇങ്ങനെ ചിലപ്പോ ഉണ്ടാകുന്ന ഡിസാസ്റ്റർ ആ ഒരു പർട്ടിക്കുലർ മിനിറ്റുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ചെറിയ സമയത്തേക്ക് വേണ്ടി മാത്രമായിരിക്കും. ചിലപ്പോ അത് എത്രത്തോളം നേരം നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എന്താ പറയാ ചിലപ്പോ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തു വരും. ആ ഡിസാസ്റ്ററിന്റെ തോത് ഇങ്ങനെ കൂടാൻ സാധ്യതയും ഉണ്ട്. അതാണ് ആ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പേടിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പൊ വെള്ളപ്പൊക്കമൊക്കെ പോലെയുള്ള ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ആദ്യം കുറച്ച് വരും, അപ്പൊ നമ്മൾ പേടിക്കില്ല. അപ്പൊക്കെ വെള്ളത്തിൽ കളിയാണ്, അല്ലെ? വെള്ളമൊക്കെ കാണുന്ന കുട്ടികളാണെങ്കിലും വലിയവരും അതെ. നമ്മുടെ മുറ്റത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ പള്ളയുടെ ഒക്കെ അടുത്തൊക്കെ വന്നപ്പോട്ട് നമുക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിങ്ങനെ പോകെ വെള്ളത്തിന്റെ ഉയർച്ച അങ്ങനെ
നമ്മള് രാത്രി കിടക്കുന്നത് വരെ ഒന്നും വെള്ളം അത്രയും കണ്ടില്ല, പക്ഷെ കിടന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീടിന്റെ അകത്തോട്ടും വെള്ളം കയറും എന്നുള്ള സ്ഥിതിയായപ്പോ പേടിയായി അല്ലെ. പിന്നെ പാനിക്കായി. പിന്നെ എന്താ ചെയ്തത്? ഒന്നും എടുക്കാൻ പോലും പറ്റാത്ത ഒക്കെ കൂടി എല്ലാം കൂടി ജീവൻ മാത്രം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ഒന്നും തന്നെ എടുക്കാൻ പറ്റില്ല. നമ്മുടെ വീടുകളിൽ ഇഷ്ടംപോലെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകാമായിരിക്കാം. ഒന്ന് വീട് ക്ലോസ് ചെയ്യാൻ തന്നെ മര്യാദയ്ക്ക് പറ്റുമോ എന്നറിയില്ല. ജനലൊക്കെ ചിലതൊക്കെ തുറന്നു കിടന്നിട്ടാ മതിയല്ല. അടച്ചാൽ വലിയ കാര്യമൊന്നുമില്ല, വെള്ളം കയറാനുള്ളത് കയറും അല്ലെ. ജനലും അതിലൊക്കെ അടച്ചിട്ടിട്ട് വെള്ളം ഇങ്ങനെ കയറി എന്ന് ചിലപ്പോ ചിന്തിക്കും. വെള്ളം ഇഷ്ടംപോലെ കയറാനായിട്ടുള്ള അതിനൊന്നും ഇത്ര വലിയ ദ്വാരമൊന്നും വേണ്ടല്ലോ അല്ലെ. അപ്പൊ അതെന്തായാലും കയറും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ കയറി. അതുപോലെ അപ്പൊ നമ്മൾ അലേർട്ട് ആകുക എന്നുള്ളതാണ്. അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിൽ നമ്മൾ നേരം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വൃത്തിയായിട്ട് വേഗം തന്നെ ചെയ്യുക. അതിനകത്ത് നമുക്ക് ഒരു ഏത് തരത്തിലുള്ള ഡ്രോട്ട്, വരൾച്ചയാകാം, ദാരിദ്ര്യമാകാം, അതുപോലെ ഫ്ലഡ് ആകാം, വട്ടവറയും പേടി. അപ്പൊ അതിന് നമ്മൾ അലേർട്ട് ആണ് വേണ്ടത്, അല്ലാതെ നമുക്ക് പേടിച്ച് പാനിക്കായിട്ട് നിൽക്കുകയല്ല. പിന്നെ ഇമ്പാക്ട് ഫേസ്. ഇമ്പാക്ട് ഫേസ് മോസ്റ്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. കൂടുതൽ ഡെത്തുകൾ ഉണ്ടാകും അല്ലെ, കൂടുതൽ ഇൻജേർഡ് പീപ്പിൾ ഉണ്ടാകും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് വേഗം തന്നെ ഇൻജേർഡ് ആണെങ്കിലും അല്ലെങ്കിൽ മരണത്തോട് അടുക്കുന്നവരൊക്കെ ആണെങ്കിലും അതിനൊക്കെ ട്രയേജ് നടത്തുക, സോർട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് കിട്ടുന്ന വാഹനങ്ങളിൽ, അന്നേരം എന്റെ വാഹനം നിന്റെ വാഹനം എന്നൊന്നുമില്ല, കിട്ടുന്ന വാഹനങ്ങളിൽ നമുക്കറിയാം ആംബുലൻസുകളൊക്കെ നമ്മൾ വിളിച്ച് വരുത്തി അതിനും സമയമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്രയ്ക്കും പ്രശ്നങ്ങളുള്ള ബുദ്ധിമുട്ടുള്ളവരെ പെട്ടെന്ന് ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇൻജേർഡ് ആയിട്ടുള്ള ആളുകളുടെയും ഡെത്ത് വരുന്ന ആളുകളുടെയും എണ്ണത്തെ കുറച്ച് മിനിമൈസ് ചെയ്യാനായിട്ട് പെട്ടെന്നുള്ള നമ്മുടെ ആക്ഷൻസ് ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് തന്നെ പ്രൈവറ്റ് വണ്ടികളൊക്കെ ഏതൊക്കെയാണോ കൺവെയൻസ് നമുക്ക് ലഭ്യമായുള്ളത് അവിടൊക്കെ വിളിച്ച് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അല്ലെ. ഇപ്പൊ ഈ വലിയ എന്താ പറയാ വലിയ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു വീണിട്ടുള്ള പിന്നെ ലാൻഡ് സ്ലൈഡോ അതുപോലെ തന്നെ എർത്ത് ഒക്കെ ആണെങ്കിൽ നമ്മുടെ കൊറാക്സ് അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ തലയിലൊക്കെ ഇങ്ങനെ വലിയ ഭാരപ്പെട്ട സാധനങ്ങളൊക്കെ വന്ന് വീഴുമ്പോ അതുകൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറി, അത് ഇന്റേണൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാക്കും. അന്നേരം എന്താ പറയാ മരണത്തിലേക്ക് വരെ പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് വേഗം തന്നെ ആളുകളെ ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ പോസ്റ്റ് ഇമ്പാക്ട് ഫേസിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ട നടപടികൾ വേഗം തന്നെ ആളുകളെ എത്രയും പെട്ടെന്ന് അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക അല്ലെ, ഒഴിപ്പിക്കുക. അത്തരം ഡിസാസ്റ്റർ ഉണ്ടാകുന്ന ഏരിയയിൽ നിന്ന് ഒഴിപ്പിക്കുക. വീടും ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആളുകളുടെ, അപ്പൊ അവരെ വേഗം തന്നെ അവിടെ നിന്ന് മാറ്റുക. അവർക്ക് വേണ്ടത്ര ഫുഡും വാട്ടറും ഒക്കെ എത്തിക്കുക. ആ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ, കിട്ടിട്ടുണ്ടോ പോസ്റ്റ് ഇമ്പാക്ട് ഫേസില്? ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒന്നുകൂടി ഉറപ്പുവരുത്തിയതാണ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ. ആ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഫുഡ് വാട്ടർ കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. പിന്നെ ട്രയേജ് ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഒരു പ്രാവശ്യം നമ്മള് ആളുകളെ നോക്കി ആർക്കൊക്കെയാണ് കൂടുതൽ മുറിവുകൾ എന്നൊക്കെ നോക്കി അന്വേഷിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ആ വശത്തോട് തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് കാര്യമില്ല. ചില ആളുകളുടെ ഇഞ്ചുറീസ് ചിലപ്പോൾ കൂടുതൽ വഷളായിട്ടുണ്ടാകാം, വേഴ്സ്റ്റ് കണ്ടീഷനിൽ പോയിട്ടുണ്ടാകാം. അപ്പൊ നമ്മള് വീണ്ടും അതൊന്നുകൂടിയൊക്കെ നോക്കുക, പരിശോധിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രൈമറി ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക വേണ്ടവർക്ക്. പിന്നെ അവർക്ക് വേണ്ട സാനിറ്ററി മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. ദാറ്റ് മീൻസ് ഫോർ അവോയ്ഡിങ് ദ ഔട്ട് ബ്രേക്ക് ഓഫ് എപ്പിഡമിക്സ്, പലതരത്തിലുള്ള പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്നൊക്കെ അതൊക്കെ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം കെയർലെസ് ആയിട്ട് നമ്മൾ അവിടെ ഒരുപാട് പേരെയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ എന്താ പറയാ പുനരധിവസിപ്പിക്കുമ്പോൾ അവര് എത്രത്തോളം കെയർഫുൾ ആയിട്ട് അവരുടെ എന്താ പറയാ ഹൈജീനിക് ആയിട്ടൊക്കെ നിൽക്കും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ സാനിറ്ററി യൂസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ആവശ്യത്തിന് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ തന്നെ പുനരധിവസിപ്പിക്കാനായിട്ടൊക്കെ നോക്കണം. അതല്ലെങ്കിൽ അവരുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വല്ല പിറ്റിലോ അല്ലെ കുഴിയിലോ ഒക്കെ ഇങ്ങനെ ഇടും. അവിടെയൊക്കെ രോഗാണുക്കൾ പെരുകും, രോഗങ്ങളും പൊട്ടിപ്പുറപ്പെടും. അപ്പൊ ഇതിനേക്കാൾ വലിയ ദുരന്തം പിന്നീടും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ ഹോസ്പിറ്റൽസില് the people, those who are to be importantly to be there, അതായത് നമ്മളുടെ ഹോസ്പിറ്റലിൽ to be present at the time of hospitalized people in the situation of disaster. ആ സമയത്ത് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടാകേണ്ട ചില പേഴ്സണൽസ് അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണ്?
ഹോസ്പിറ്റൽസിൽ നിർബന്ധമായി വേണ്ട ചില ആളുകളുടെ പേരുകളൊക്കെ നമ്മൾ ആ ജനറൽ കൺസിഡറേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആ പേരുകളൊന്നും മറക്കണ്ട. ആരൊക്കെയാണ് വേണ്ടത്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, കാഷ്വാലിറ്റി, മെഡിക്കൽ ഓഫീസർ, റെസിഡന്റ് ഫിസിഷ്യൻ, സർജൻ, പിന്നെ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ്. ആ പേരുകളൊന്നും മറക്കല്ലേ കേട്ടോ. Some of the business or professionals should be present in the hospital at the time of alert. ഈ പറയുന്ന അലേർട്ട് സൗണ്ട് കേൾക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് എത്തേണ്ടവരാണ് ഇവരൊക്കെ ഹോസ്പിറ്റൽസിൽ ആ സമയത്ത് പ്രസന്റ് ആയിരിക്കണം. അതായത് ഹോസ്പിറ്റലിലേക്ക് ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് ഉണ്ടായി എന്ന് പറഞ്ഞൊരു ഒരു ജാഗ്രതാ നിർദ്ദേശമോ സന്ദേശമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ വേഗം തന്നെ റെഡി ആയിക്കോളും. ആരൊക്കെയാണത്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? അത് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? പറഞ്ഞു പോകുമ്പോ അതങ്ങോട്ട് ജസ്റ്റ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. നിങ്ങളത് അടയാളപ്പെടുത്തിയിട്ടുണ്ടോന്ന് അറിയാനാ. ഓക്കെ, യെസ്. അപ്പൊ അവരൊക്കെ, പിന്നെ മാത്രമല്ല സം കീ പേഴ്സണൽസ്, അവരുടെ പേരും പറഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ജോലിക്കാരും കൃത്യമായിട്ട് അവരവരുടെ പാർട്ട് ചെയ്യാൻ വേണ്ടി, അവരവരുടെ ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം. മെഡിക്കൽ സ്റ്റോർ, ആംബുലൻസ് സർവീസ്, പിന്നെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, മേട്രൻസ്, വാർഡൊക്കെ നോക്കുന്ന മേട്രൻസ്, അതുപോലെ തന്നെ എന്താ പറയാ മാക്സിമം നമ്പർ ഓഫ് സ്റ്റാഫുകൾ. മിക്കവാറും എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സും, ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ അത്ര അത്യാവശ്യം എവിടെയെങ്കിലും ചില പേഷ്യൻസിനെ നോക്കാനൊക്കെ വേണ്ടി നിൽക്കുന്നവരാണെങ്കിലും ഒക്കെ, അതല്ലാതെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സിനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും ഒക്കെ എന്ത് ചെയ്തിരിക്കണം, കൊണ്ടുവന്നിരിക്കണം. അത് എപ്പോ അതും ഒരു സമയം എടുത്ത് പറയുന്നുണ്ട്. വിതിൻ ഒരു ടൈം പീരീഡിനുള്ളിൽ എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിതിൻ എത്ര സമയത്തിനുള്ളിലാ ആ ഒരു അലേർട്ട് കോൾ കേൾക്കുമ്പോ എത്ര സമയത്തിനുള്ളിൽ വരുമെന്ന് ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവുന്നാവോ? 15 to 20 മിനിറ്റ്സിനുള്ളിൽ. വെരി ഗുഡ്. അപ്പൊ ഓക്കെ, അതെ, 15 മുതൽ 20 മിനിറ്റ്സിനുള്ളിലൊക്കെ എത്തിച്ചേരണം എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ അത്രയും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളുടെ ട്രയേജ് ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിനെയും നമ്മൾ ട്രയേജ് നടത്തുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ട്രയേജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ പേരും പറഞ്ഞിരുന്നു. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ, ആ ആളാണ് ആരെ, നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫിനെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റാണ്, സോറി നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. ഓക്കെ, അപ്പൊ നഴ്സിന്റെ വിഭാഗത്തിൽ നിന്ന് പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നഴ്സിംഗ് ആളുകളെയും ഒക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം. ആര്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. അത് ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ ഡോക്ടർമാരെ വിളിക്കട്ടെ എന്ന് വിചാരിച്ച് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് അറിയിച്ചാൽ മതി ഇവരെയൊക്കെ. വേഗം തന്നെ അവര് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ഓടിവന്ന് ചെയ്യണം. ഓക്കെ, പിന്നെന്താ, പിന്നെ നമ്മള് അതിനകത്ത് സോർട്ടിങ്ങിനെ കുറിച്ച്, ക്യാഷ് ഹോസ്പിറ്റൽസിൽ വരുന്നതിന് ശേഷമുള്ള ട്രയേജുകൾ, അത് പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ്. ഓരോ പ്രയോറിറ്റിയും ഓരോ കാറ്റഗറിയിലാണ് പെടുക അല്ലെ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആളുകളുണ്ട്, അത് പ്രയോറിറ്റി 1 കാറ്റഗറി 1 ആണ്. അതിനുശേഷം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായാലും ട്രീറ്റ്മെന്റ് മതി എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് ഡിലേഡ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കാറ്റഗറി 2 ട്രീറ്റ്മെന്റ് വരുന്നത്. മിനിമൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ ട്രീറ്റ്മെന്റുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു വിഭാഗം. അങ്ങനെ കാറ്റഗറി 3, അങ്ങനെ 3 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ തിരിച്ച കാര്യം പറഞ്ഞിരുന്നു. അതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഓരോ കാറ്റഗറിയിലും ഏകദേശം 20%, പിന്നെ 40%, പിന്നെ 40%, ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടായാലും ഏകദേശം മൊത്തം പ്രീവിയസ് കണക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ആ ഒരു പെർസെന്റേജിന്റെ കണക്കോടെ പറയുന്നത്. അതായത് നേരത്തെയുള്ള എക്സ്പീരിയൻസുകളിൽ നിന്ന് വെച്ചാൽ നേരത്തെ നടത്തിയിരിക്കുന്ന പല ഡിസാസ്റ്ററുകളും എടുത്തു നോക്കുമ്പോൾ അതിന്റെ റിസർച്ച് ഒക്കെ നടത്തി പഠനങ്ങളൊക്കെ നടത്തും. ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഇപ്പൊ ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞപ്പോ നമ്മള് ഫ്ലഡൊക്കെ കഴിഞ്ഞു വീടൊക്കെ വന്ന് വൃത്തിയാക്കുന്ന സമയത്ത് കുറെ സ്റ്റുഡൻസ് പല കോളേജുകളിലും മറ്റൊക്കെ പല കാര്യങ്ങളും പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ നമ്മുടെ അടുത്തൊക്കെ അവർക്ക് പ്രോജക്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കുന്ന കാര്യമായിരിക്കും. ഇതുപോലെ എന്താ പറയാ, എവിടെയൊക്കെയാണ് നമ്മുടെ ഇവിടെയുള്ളതല്ല, വെള്ളപ്പൊക്കം വന്ന ഏരിയയിലുള്ള കോളേജസിലെ കുട്ടികളൊന്നുമല്ല, കുറച്ച് എവിടെയോ ദൂരെയൊക്കെ ഉള്ള, അതായത് ഈ പറയുന്ന ഫ്ലഡ് അഫക്ട് ചെയ്യാത്ത സ്ഥലങ്ങളിലെ ചില കുട്ടികളൊക്കെ റിസർച്ച് എന്ന രീതിയിലൊക്കെ വന്നു നമ്മളോട് എത്ര വരെ നമ്മുടെ വീട്ടില് വെള്ളം കയറി, എന്തൊക്കെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ലെ. സോ ഇതൊക്കെ റിസർച്ചസ് ആണ്. എന്തിനാണ് ഇതൊക്കെ? ഹിസ്റ്ററി ആകും പിന്നീട്. ഓൾറെഡി ഹിസ്റ്ററി ആയില്ലേ. ഇപ്പൊ കുട്ടികളുടെ സ്കൂൾ പുസ്തകങ്ങളിലൊക്കെ പഠിക്കാനുണ്ട് 2018 ഫ്ലഡ് ഇൻ കേരള, കേരളത്തിലെ ഫ്ലഡിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് പുസ്തകത്തിന്. ഓക്കെ,
എന്താ പറയാ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ അത് ഹിസ്റ്ററി ചരിത്രത്തിൽ അപ്പൊ ഇടം നേടി ആ ഒരു വലിയ ഫ്ലഡ് എന്ന് പറയുന്നത്. അത്രയും പൊക്കത്തിലെ വെള്ളം കുറെ നാളുകൾക്ക് ശേഷം കണ്ടൊക്കെയാണ് വന്നതെന്നാ പറയാ അല്ലെ. അപ്പൊ അതൊക്കെ അങ്ങനത്തെ റയറായി നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹിസ്റ്ററിയിൽ ഒരു സ്ഥാനം പിടിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ പഠിച്ച് റിസർച്ചസ് നടത്തി അതിൽ നിന്നും അവർ കൺക്ലൂഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നീട് പഠിക്കാനായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പഠനങ്ങളിൽ നിന്നും കൺക്ലൂഡ് ചെയ്തെടുത്ത ചില കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. കാറ്റഗറൈസ് ചെയ്ത് നമ്മളുടെ ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം അബൌട്ട് അപ്രോക്സിമേറ്റ് ഒരു പെർസെന്റേജ് പറയുന്നത്. അതിനകത്ത് കൃത്യമായ ആക്യുറേറ്റ് കണക്കല്ല, അപ്രോക്സിമേറ്റ് ഒരു ഏകദേശ കണക്കാണ്. ഒരു 20% ഓഫ് ദ ആളുകൾക്കും എന്ത് ചെയ്യേണ്ടി വരും, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ കാറ്റഗറി 1-ലും അതുപോലെ തന്നെ അടുത്ത 2 കാറ്റഗറീസിൽ ഏകദേശം ഒരു 40% ഓഫ് ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ചെറിയ പൊള്ളലുകളും വലിയ പൊള്ളലുകളൊക്കെ ആയിട്ടുള്ളവരാ. ചിലപ്പോൾ അവരെ ബേണിംഗ് സംഭവിക്കുന്നത് തീപിടുത്തത്തിലൊക്കെ ആണെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില കാറ്റഗറൈസ് ചെയ്ത് അവിടെ ഓരോ പെർസെന്റേജ് ഒക്കെ നമ്മളോട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇതുപോലെ കാറ്റഗറി 1-ൽ വരുന്ന ഏതൊക്കെ രീതിയിലുള്ള രോഗങ്ങളാണെന്നുള്ളതും അവിടെ എടുത്തു പറഞ്ഞ, രോഗമല്ല മീൻസ് ആക്സിഡന്റ് എന്ത് സംഭവിച്ചിട്ടാണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഷോക്ക്, ഹൈപ്പോവൽമിക് ഷോക്ക്, അതായത് എന്താ പറയാ ലോ വോളിയം ഓഫ് വാട്ടർ ആണ് ആൻഡ് ബ്ലഡ് ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ബ്ലഡ് ഒക്കെ ഇങ്ങനെ കുറെ ബ്ലീഡ് ചെയ്തൊക്കെ പോയ ആളുകള്, സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉള്ളവര്, ഫേഷ്യൽ ബേൺസ് മുഖത്തേക്കൊക്കെ പൊള്ളലുകള്, എന്താ പറയാ പിന്നെ മാത്രമല്ല നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് ശ്വാസ സംബന്ധമായിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിലേക്കൊക്കെ ചൂടൊക്കെ പൊള്ളലൊക്കെ ആണെങ്കിലേ ചൂട് നന്നായി തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കുറച്ച് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കാറ്റഗറി 1-ൽ പെടുത്തും. അതുപോലെ കാറ്റഗറി 2 അതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടോ? കാറ്റഗറി 1, 2, 3 ഒക്കെ 1, 2, 3-ല് എന്തൊക്കെ രീതിയിലുള്ള വന്നേക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, യെസ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ പഠിച്ച കാര്യങ്ങളൊന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂട്ടാ. ഞാനിങ്ങനെ ഇരുന്ന് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ ആ പേജ് എടുത്ത് ഉത്തരം പറയുമായിരിക്കും. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുമ്പോ അത്രയും കൂടി അങ്ങോട്ട് മനസ്സിലുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തിനാ നമ്മളിപ്പോ പഠിക്കുന്നത്? ഈ എക്സാമിന് വേണ്ടി മാത്രമല്ല അല്ലെ. എക്സാമിന് വേണ്ടി നമുക്ക് പഠിക്കാനായിട്ട് ടീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് പല സ്റ്റഡി മെറ്റീരിയൽസും അതുമായി റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കും. മോക്ക് സ്റ്റഡി, എക്സാമിന്റെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് അങ്ങനെ 1 വേർഡ് പോലെ അങ്ങനെ ഇരുന്ന് പഠിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഇത് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് വ്യക്തമായിട്ട് ഇരുന്നാലാണ് നമ്മളൊരു ഹോസ്പിറ്റൽസിലോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ നമുക്ക് ജോലി ചെയ്യേണ്ടി വരുമ്പോ ഒരു മാനേജറായിട്ട് ഈ പറയുന്ന പോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല ജോലിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമുക്ക്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് ഈ ഡിസാസ്റ്ററുമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ അറിയണം. എന്തൊക്കെയാണ് ആ ഒരു സമയത്ത് അവർ ചെയ്യേണ്ടത്, ആക്ട് ചെയ്യേണ്ടത്. ഹോസ്പിറ്റൽസിലാണെങ്കിൽ അവർ ഇങ്ങനെ ആക്ട് ചെയ്യണം, ഇതൊക്കെ അറിയണം. അതുകൂടി ഒന്ന് വായിച്ചൊക്കെ കൂടി ഇടയ്ക്കിടയ്ക്ക് വായിക്കുക കൂടി ചെയ്യാം. നോട്ട്, അതായത് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് വായിക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോട്ടുകളും ഒന്ന് നമുക്ക് പരിചയം ഉണ്ടായിരിക്കണം കേട്ടാ. പിന്നെ ഒരു മെഡിക്കൽ കമാൻഡ് പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. MCP, മെഡിക്കൽ കമാൻഡ് പോസ്റ്റർ. അത് എന്താ പറയാ ഒരു ടോട്ടൽ പ്ലാൻ ആണ്. നമ്മളുടെ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിന്റെ മൊത്തം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കമാൻഡ് പോസ്റ്റ് ആണ് മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എന്താ പറയാ ഓരോ കാര്യങ്ങളും എവിടേക്കാ ചെയ്യുന്നത്, ഡിസാസ്റ്റർ കൊണ്ടുവരുന്ന ആളുകൾക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എവിടെയൊക്കെ കൊടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ് ചെയ്യുന്നതാണ്. എവിടെയാണ് ഡ്രസ്സിംഗ് സ്റ്റേഷൻ, എവിടെയാണ് പിന്നെ എന്താ പറയാ ആംബുലൻസ് ഡിസ്പാച്ച് എവിടെയാണ്, അതിനെ കുറിച്ച് ഓരോന്നും, ഡ്രൈനേജ് ഏരിയ എവിടെ നടത്തണം, അതുപോലെ ഓരോ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായ ഒരു പ്ലാനിങ് നേരത്തെ തന്നെ വേണ്ടി വരും. അപ്പൊ അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു പോസ്റ്റാണ് മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. അവര് they also want to know the severity of the disaster. എത്രത്തോളം ഭീകരമായ ഭയാനകമായ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നതും ആൻഡ് ഓൾസോ അതിന് നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് വേണം, ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതിനൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്ന ഒരു പോസ്റ്റാണ് മെഡിക്കൽ കമാൻഡ് പോസ്റ്റ്. ഇനി എന്താ പറയാ നമ്മള് ഈ ട്രയേജ് നടത്തുമ്പോൾ ഓരോ ടാഗുകൾ ഓരോരുത്തർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏതൊക്കെ കളറിലുള്ള ടാഗുകളാണ് പ്രൊവൈഡ് ചെയ്യാറ്?
ഏതൊക്കെ കളേഴ്സിലുള്ള ടാഗുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽസിൽ വന്നു കഴിയുമ്പോൾ ഒരു ടാഗ് കൊടുത്ത് നമ്മള് വീണ്ടും ഒരു ട്രയേജ് നടത്തും. ആ ഒരു ടാഗുകൾക്ക് ഒരേ കളേഴ്സ് ഉണ്ട് അല്ലെ? ഏതൊക്കെയായിരുന്നു? യെല്ലോ, റെഡ്, ഗ്രീൻ ആൻഡ് ഓൾസോ സംടൈംസ് ചിലപ്പോഴൊക്കെ ഒരു കളർ കൂടി അവിടെ വരുമല്ലോ. അതേത് കളറായിരുന്നു? ഏത് കളറായിരുന്നു? ബ്ലാക്ക്. യെസ്, വെരി ഗുഡ്. നിങ്ങളൊക്കെ പഠിച്ചവരാണ് കേട്ടോ. എല്ലാം പഠിച്ചിട്ടുണ്ട്. നിങ്ങള് ഭംഗിയായിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നത്. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നത് അല്ലെ? ആ തന്നെയാണ് 4 കളേഴ്സ് ആണ്. റെഡ് നമുക്കറിയാം. റെഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇച്ചിരി എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് തന്നെ ആയതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ആ ഒരു പ്രിഫറൻസ് ഇവർക്കാണ് നമുക്ക് എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ കാറ്റഗറി 1 ഉള്ളവർ തന്നെ അത് തന്നെയാണ്. പക്ഷെ ഒന്നുകൂടി നമ്മൾ ചിലപ്പോൾ ട്രയേജ് നടത്തുമ്പോൾ ചിലപ്പോൾ കാറ്റഗറി 1 വന്നവരുടെ ലോഗോ ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ മാറി നമ്മൾ അത്ര സീരിയസ് അല്ലാത്ത രീതിയിലേക്ക് പോകാം. കുറച്ചുകൂടി അവരുടെ ഇമ്പ്രൂവ്മെന്റ് അവരുടെ കണ്ടീഷൻസിൽ വന്നിട്ടുണ്ടായിരിക്കാം. അതേസമയം സെക്കൻഡ് കാറ്റഗറിയിൽ പെടുത്തിയവർക്ക് കുറച്ചുകൂടി കണ്ടീഷൻ വേഴ്സ്റ്റ് ആയിട്ടുണ്ടാകാം, മോശമായിട്ടുണ്ടാകാം. അപ്പൊ അവർ വീണ്ടും ഫസ്റ്റ് കാറ്റഗറിയിലേക്ക്, അതായത് റെഡ് ടാഗ് കൊടുത്ത് അവരെ ഇതാക്കേണ്ടി വരും, പ്രിഫറൻസ് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ മാറാം. അപ്പൊ അതുകൊണ്ടാണ് ഹോസ്പിറ്റൽസിന്റെ ഇൻസൈഡ് ഒക്കെ പ്രെമിസസ് വരുമ്പോ നമ്മള് വീണ്ടും ഒരു ട്രയേജ് നടത്തുന്നത്. പിന്നെ യെല്ലോ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അത് സീരിയസ്ലി ഇഞ്ചുവേർഡ് തന്നെയാണ്. പക്ഷെ അത്ര ഇച്ചിരി നേരമൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വൈകിയാലും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം എന്നുള്ളതാണ്. ഗ്രീൻ ഓക്കെ ആണ് അല്ലെ? വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അതായത് വെറുതെ നടത്തിക്കൊണ്ടൊക്കെ പോയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാം. ആംബുലേറ്ററി അല്ലെങ്കിൽ വാക്കിംഗ് വൂണ്ടഡ് ആയിട്ടുള്ളവരെ, ചെറിയ മുറിവുകളോ ചെറിയ പൊട്ടലോ ഒക്കെ ഉണ്ടാവുള്ളൂ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഗ്രീൻ ടാഗ് കൊടുത്ത് നമ്മൾ ഇതാക്കേണ്ടത്, ട്രയേജ് ചെയ്യേണ്ടത്. സോ ഇനി എന്താ പറയാ, ആർക്കാണെങ്കിലും ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് അവർക്കൊക്കെ നമുക്ക് എന്താ പറയാ മാക്സിമം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് ലൈഫ് സേവ് ചെയ്ത് സെക്യൂർ ആക്കാനുള്ള ഒരു സിസ്റ്റം, അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എല്ലാം പ്രോപ്പർ ആയിട്ടൊക്കെ നടക്കും. ചില സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ചിലപ്പോ ഒരു മരിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ നമുക്ക് വി കനോട്ട് ഡു എനിത്തിങ്, ഒന്നും ചെയ്യാനില്ല ഇനി ആളുടെ കേസസിൽ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ബ്ലാക്ക് ടാഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. മരണത്തിലേക്ക് പോകാനായിട്ട് ഇടകൊടുക്കാതെ എല്ലാവരെയും ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽസിന്റെ ഒരു ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത്. ആരെയും മരിക്കാൻ അനുവദിക്കാതെ. ഓക്കെ, മാക്സിമം അവർ അതിനുവേണ്ടി ട്രൈ ചെയ്യും. സോ ദേ ഹാവ് ടു ബി പ്ലാൻഡ് ഇമ്മീഡിയറ്റ്ലി. സോ ഫോർകാസ്റ്റ് എനിത്തിങ്, എന്ത് കാര്യമാണെങ്കിലും അതിനെ കുറിച്ച് നേരത്തെ കൂട്ടി ഫോർകാസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് എടുക്കണം എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, പിന്നെ നമ്മള് ഹോസ്പിറ്റൽസിനകത്തെ എന്താ പറയാ ഓർഗനൈസേഷൻ, അറേഞ്ച്മെന്റ് ഓഫ് ഡിസാസ്റ്റർ പ്ലാൻ ഒക്കെ നമ്മൾ എങ്ങനെയാ ഇനി അതിനെ കുറിച്ചുള്ള അറേഞ്ച്മെന്റുകളൊക്കെ നടത്തുന്നത്. അതായത് ഡിസാസ്റ്റർ പ്ലാനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസെൻഷ്യൽസ് നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, കുറച്ച് പോയിന്റുകൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഡിസാസ്റ്റർ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു ഇല്ലേ? ഡിസാസ്റ്റർ കമ്മിറ്റിയിൽ ആരൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നേ? കുറച്ച് ആളുകളുടെ പേരൊക്കെ ഉണ്ടല്ലോ. വീണ്ടും ഡിസാസ്റ്റർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു കമ്മിറ്റി ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിലെ ആൾക്കാർ പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യണം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റി മെമ്പേഴ്സ് ആണ് ഡയറക്ടർ ഓർ ദ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. അതെല്ലാം ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതായത് ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ, അതുപോലെ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഹെഡ് ഓഫ് ക്ലിനിക്കൽ യൂണിറ്റ്സ്, എല്ലാ ക്ലിനിക്കൽ യൂണിറ്റ്സിന്റെയും ഹെഡുകള്. പിന്നെ അതിനകത്ത് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് പെടും, കാഷ്വാലിറ്റി പെടും, മെട്രൺ ആൻഡ് ഓഫീസേഴ്സ് ഇൻ ചാർജ് ഓഫ് ട്രാൻസ്പോർട്ട്, പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ആളുകൾ, അതിന്റെ ഇൻചാർജ് ഓഫീസർ. പിന്നെ സപ്ലൈ, സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, പല സാധനങ്ങൾ സപ്ലൈ ചെയ്യാനും പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സെക്യൂരിറ്റി ഓഫീസേഴ്സും അങ്ങനെയുള്ള ചില ഓഫീസർമാരും ഒക്കെ ഈ പറയുന്ന കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ട ആളുകളാണ്. ഡിസാസ്റ്റർ പ്ലാനിങ് അതിന്റെ എസെൻഷ്യൽസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? സപ്ലൈ ആൻഡ് മെത്തേഡ്സ് ഓഫ് സപ്ലൈ ഓഫ് ഡ്രഗ്സ്, ഡ്രസ്സിംഗ് ആൻഡ് ഓൾസോ അതർ സ്റ്റോർസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഹോസ്പിറ്റൽസിൽ എന്താ പറയാ പേഷ്യൻസിന് വേണ്ട ഇതുപോലെയുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ട ഡ്രഗ്സ് സപ്ലൈ ചെയ്യണം, അവർക്ക് വേണ്ട ക്ലോതിങ്, ചിലപ്പോ അവരുടെ ഉടുപ്പൊക്കെ ചിലപ്പോ ഇട്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് വേറെ ഒന്നും ചിലപ്പോ അവൈലബിൾ ആയിരിക്കില്ല. സോ അവർക്ക് അതിന് വേണ്ടിയിട്ടൊക്കെ
ഉള്ള ഫെസിലിറ്റീസ് എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. മറ്റ് എന്തെങ്കിലുമൊക്കെ സ്റ്റോർസ് ആൻഡ് ഓൾസോ സം കൺസ്യൂമബിൾസ് എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ അല്ലെങ്കിൽ ഗുളികകളോ മരുന്നുകളോ ഒക്കെ എന്താണോ അതൊക്കെ അവർക്ക് എത്തിച്ച് കൃത്യമായിട്ട് കൊടുക്കണം. അതൊക്കെ ഡിസാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഐഡന്റിഫൈങ് പേഷ്യൻസ് ഫോർ ഇമ്മീഡിയറ്റ്ലി ഡിസ്ചാർജബിൾ, അതിനകത്ത് പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? അതിന് മുമ്പ് ഒരു സെന്റൻസ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു. പ്രൈമറി ടാസ്ക് ഓഫ് ഡിസാസ്റ്റർ കമ്മിറ്റി ഈസ് ടു അസസ് ദ സിറ്റുവേഷൻ ഓഫ് ഹോസ്പിറ്റൽ, ഇറ്റ്സ് കേപ്പബിലിറ്റീസ്, സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ്. ഓരോ ഹോസ്പിറ്റൽസും ഡിസാസ്റ്റർ പ്ലാനിൽ ഒരു കാര്യം ചിന്തിക്കണം, അവരുടെ ഹോസ്പിറ്റലിന്റെ ഒരു വിലയിരുത്തലുകൾ സ്വന്തമായിട്ട് നടത്തണം. അവർക്ക് എന്തൊക്കെയാണ് അവരുടെ കഴിവുകൾ, അവരുടെ സ്ട്രെങ്ത്, ഹോസ്പിറ്റലിന്റെ ആ ഒരു എന്താ പറയാ ആരോഗ്യം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ ഒഫീഷ്യൽസ് എല്ലാം വെൽ പ്രിപ്പയർഡ് ആണോ, അല്ലെങ്കിൽ എല്ലാവരും സ്ട്രെങ്തി ആണോ, ഹെൽത്തി ആണോ, നമ്മുടെ ഏത് ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ടോ. അത് മാത്രമല്ല വീക്ക്നെസ്സും അവർ തന്നെ അറിയണം. നമ്മളുടെ ഹോസ്പിറ്റലിലുള്ള ചില പോരായ്മകൾ, ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇന്ന പോരായ്മകളുണ്ട് എന്നൊക്കെ അത് അണ്ടർലൈൻ ചെയ്തില്ലേ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ? പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല എങ്കിലും വേണ്ട വിട്ടേക്ക്. മാർക്ക് ചെയ്തിട്ടില്ല അല്ലെ? ഈ ചാപ്റ്റർ കുറച്ച് മുന്നേ എടുത്തത് കൊണ്ടാണ് ഞാൻ ഇത് മാത്രമായിട്ടൊന്ന് പറയുന്നത്. കുറച്ച് കൂടുതൽ നേരത്തെ എടുത്തതാ. ഇതൊക്കെ നിങ്ങൾ കൂടുതലും അറിയേണ്ട കാര്യങ്ങളുമാണ്. അണ്ടർലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ട, അപ്പം വിട്ടേക്ക് കേട്ടോ. അപ്പോ പിന്നെ നമ്മള് കുറച്ച് റെക്കോർഡ്സിന്റെ പേരുകളൊക്കെ, ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഈ പറയുന്ന ഡിസാസ്റ്ററിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന ആൾക്കാരുടെ പല കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ടുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങള്. പിന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ ഇത്രയും പേഷ്യൻസിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോ അവരെയൊക്കെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇരുത്തിയോ കിടത്തിയോ ഒക്കെ പരിശോധിക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ മെയിൻ്റനൻസ് പണികള് എന്ന് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ റൂമൊക്കെ ഇങ്ങനെ തിരിച്ച് അങ്ങനെയുള്ളവരെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെയുള്ള ചില പണികളൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്. പിന്നെ സപ്ലൈസ്, പലതരത്തിലുള്ള സപ്ലൈസ്, മെഡിക്കൽ സപ്ലൈസ് ആകാം, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസും എക്യുപ്മെന്റ്സും ഒക്കെ ആയിരിക്കാം ഈ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, പേഷ്യൻസിനെ അങ്ങോട്ട് കൊണ്ടൊക്കെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ, അതിനുള്ള സജ്ജീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ജോലിക്കാര്. പിന്നെ എന്താ പറയാ സെക്യൂരിറ്റി, ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ട് വേണം, എക്സ്ട്രാ വേണം. നേരത്തെ ഉള്ളത് ഓൾറെഡി ഉണ്ട്, ഹോസ്പിറ്റൽസിൽ ഓൾറെഡി ഈ പറയുന്ന വിഭാഗങ്ങൾ ഓൾറെഡി ഉണ്ട്, പക്ഷെ എക്സ്ട്രാ വേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ. പിന്നെ ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, അതായത് ചില ആ ഒരു കാര്യങ്ങൾ മാത്രം മാനേജ് ചെയ്യാനായിട്ട് ഒരു പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട്. സോ അതിന് പർട്ടിക്കുലർലി ഒരു പേഴ്സണൽ അതിന് വേണ്ടി നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും താൽക്കാലികമായിട്ട്, ടെമ്പററി ആയിട്ട്. ഓക്കെ. പിന്നെ എന്താ പറയാ ഹോസ്പിറ്റൽ പ്രമിസസ് നമ്മുടെ ഇങ്ങനെയൊക്കെയാണ് ഡ്രൈനേജിന് വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു സോർട്ടിങ് ഏരിയ, ഡ്രൈനേജ് ഏരിയ വേണം. പിന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഒരു സ്റ്റേഷൻ വേണം. അത് ഇമ്പോർട്ടന്റ് അല്ലേ? അത് കേട്ടിട്ടില്ലേ? അത് കേട്ടിട്ടുണ്ടോ? ഓക്കെ. പിന്നെ എന്താ പറയാ ഹോൾഡിങ്, അതായത് പേഷ്യൻസിനെ ഹോൾഡ് ചെയ്യാൻ, എല്ലാവരെയും നമുക്ക് ഡിസ്ചാർജ് വിടാൻ പറ്റില്ല. അപ്പോ കിടത്തേണ്ടവരൊക്കെ ആണെങ്കിൽ അങ്ങനെ കിടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അതിനുള്ള അറേഞ്ച്മെന്റുകൾ, ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് ഏരിയാസ് വേണം. ഫാർമസി, ഒരു മെഡിക്കൽ സ്റ്റോർ താൽക്കാലികമായിട്ട്, ഇപ്പൊ മെയിൻ മെഡിക്കൽ സ്റ്റോർ ഓൾറെഡി ഹോസ്പിറ്റൽസിൽ ഉണ്ടാകും, പക്ഷെ ഈ ട്രീറ്റ്മെന്റിന് ഇതൊരു പ്രത്യേക രീതിയിലുള്ളതായിരിക്കും. കാരണം മുറിവുകളും ചതവുകളും എന്താ പറയാ ബ്ലീഡിങ്ങും ഒക്കെയുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിന്റെ ഫാർമസിയിലെ എല്ലാ മരുന്നുകളുടെയും ഇവിടെ ആവശ്യം വരില്ല. ആ പർട്ടിക്കുലർ സിറ്റുവേഷന് വേണ്ടി മാത്രമുള്ള മരുന്നുകളൊക്കെ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ, ഒരു ഫാർമസി ഒക്കെ ഉണ്ടാവണം. പിന്നെ ടെമ്പററി മോർഗ്, മോർഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് മോർച്ചറി ടെമ്പററി ആയിട്ട്, അതും ടെമ്പററി തന്നെയാണ്. ഹോസ്പിറ്റൽ ഓൾവേസ് ഹാവ് എ മോർച്ചറി, നമുക്കറിയാം. അതുകൂടാതെ മോർച്ചറി താൽക്കാലികമായിട്ട് ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അധികം നേരമൊന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അല്ലെ, അധികം ദിവസം ഒന്നും പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെ ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് വെച്ചാൽ ആളുകൾ മുക്തമാക്കാനുള്ള, പല ആളുകളുടെയും കൊണ്ടുവരുമ്പോൾ അവരുടെ മുറിവുകളൊക്കെ ചിലപ്പോ എന്താ പറയാ ഇതൊക്കെ ഇടിച്ചു വീണിട്ടോ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടോ ഒക്കെ ഉള്ള ഡിസാസ്റ്റർ ആയിരിക്കും. അതൊക്കെ മാറ്റണം. അപ്പൊ അതിലൊക്കെ ഓൾറെഡി എന്തെങ്കിലും തരത്തിലുള്ള രോഗാണുക്കളൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ഡീകണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ മാറ്റണം. അതൊക്കെ എവിടെയെങ്കിലും മാറ്റിയിട്ടിട്ട് വൃത്തിയാക്കി എടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ
അത് ഡിസ്കാർഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെന്താ, നമ്മളുടെ ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ഹെഡ്ക്വാർട്ടേഴ്സിന് വേണ്ടിയിട്ട് ഡിസാസ്റ്ററിന്റെ പല കാര്യങ്ങളും എന്താ പറയാ ഓർഗനൈസ് ചെയ്യാനും അതിന്റെ എന്താ പറയാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ഹെഡ്ക്വാർട്ടേഴ്സും അതിന്റെ ഒരു കൺട്രോൾ റൂമും ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ റൂമും അത് ഉണ്ടായിരിക്കണം. അത് എപ്പോഴും എവിടെയായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ നോക്കിയേ. Our sentence and designated area will be provided for the headquarters of the disaster organization and its control room. അത് എഴുതിയുണ്ടോ? അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതൊന്നും അണ്ടർലൈൻ ചെയ്തേക്ക്. അതും പിന്നെ അതിന്റെ അടുത്തൊരു പാരഗ്രാഫിനകത്ത് the control room should be situated near the existing admission and the registration point of the for the patients. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? അത് രണ്ടും അണ്ടർലൈൻ ചെയ്യണേ. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? കൺട്രോൾ റൂം തൊട്ടടുത്ത പാരഗ്രാഫില് അതെന്താണോ അണ്ടർലൈൻ ചെയ്യാതെ പോയത്? ആ രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടാ. ആ ഹെഡ്ക്വാർട്ടേഴ്സിനെ എഴുതിയേക്കണതിന്റെ തൊട്ട് താഴെയുള്ള ഫസ്റ്റ് സെന്റൻസ് ഡെസിഗ്നേറ്റഡ് ഏരിയ വിൽ ബി പ്രൊവൈഡ്. ഒരു പ്രത്യേക ഒരു സ്ഥലം ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് ഹെഡ്ക്വാർട്ടേഴ്സും അതിന്റെ കൺട്രോൾ റൂം ഡിസാസ്റ്ററിന്റെ കാര്യങ്ങൾ മാത്രം കൺട്രോൾ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയ അത് ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് അവിടെ വേണം. ആ കൺട്രോൾ റൂം എവിടെയായിരിക്കണം എന്ന് പറഞ്ഞേക്കണേ? അതായത് നമ്മളുടെ അഡ്മിഷന്റെ ആ ഒരു ആൾക്കാരൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ഏരിയയിൽ അതിന്റെ അടുത്ത സ്ഥലത്ത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പോയിന്റിലൊക്കെ ആയിരിക്കും. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാനും പറയാനും അന്വേഷിക്കാനൊക്കെ വരും അല്ലെ. ഡിസാസ്റ്ററിൽ കൊണ്ടുവന്ന ആൾക്കാർ എവിടെയാ, അവരുടെയൊക്കെ ചിലപ്പോ ചില പ്രിയപ്പെട്ടവരൊക്കെ അതിനകത്ത് ഉണ്ടാവുകയും അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, യെസ്. പിന്നെ ചില ഒഫീഷ്യൽസിന് പ്രത്യേകം സ്ഥലങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ചില ഒഫീഷ്യൽസിന് ഈ ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന ആളുകളെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ഒഫീഷ്യൽസ് ആണ്. ആർക്കൊക്കെയാ? മെഡിക്കൽ ഡയറക്ടർക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ചീഫ്, പിന്നെ സ്റ്റോഴ്സ് ആൻഡ് സപ്ലൈ ഓഫീസർ. അത് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? കമ്മ്യൂണിക്കേഷൻ ഓഫീസർ. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രത്യേകം ഏരിയാസ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന്? ട്രാൻസ്പോർട്ടേഷൻ ഓഫീസർ, ഹോസ്പിറ്റൽ കീപ്പിംഗ് ആൻഡ് സാനിറ്റൈസേഷൻ ഓഫീസർ, സെക്യൂരിറ്റി കൺട്രോൾ ഓഫീസർ, നഴ്സിംഗ് ഓഫീസർ. ഇത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ഇത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? അത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ ഒഫീഷ്യൽസിന്റെ ആർക്കൊക്കെയാണ് പ്രത്യേക ഏരിയാസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇല്ലല്ലോ. ഹലോ, കേൾക്കല്ലേ? ഹലോ ഹലോ ഹലോ.
മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മള് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പിന്നെ നമ്മളുടെ ഹോസ്പിറ്റലില് എന്താ പറയാ ഡിസാസ്റ്ററിനകത്ത് അറ്റ് എനി ടൈം ഏത് കോളിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ടെലിഫോണിൽ എപ്പോഴും ഒരു എന്താ പറയാ ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ട ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് ഡയറക്ടർ ഓർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് ബി അവൈലബിൾ ഓൺ ടെലിഫോൺ അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയത്തും ഈ പറയുന്ന മെഡിക്കൽ എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അതായത് നിങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഡയറക്ടർ എപ്പോഴും അവര് ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നു. കാരണം ഒരുപാട് കോൾസ് വരും, ആ കോൾസിനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനി ഇൻ കേസ് ഇത്തരം സാഹചര്യങ്ങൾ നമുക്കറിയാം ഫോണുകളൊക്കെ കൂടുതൽ സമയം ലോങ്ങർ പീരീഡിലേക്ക് ഇങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് വിളിക്കുന്ന ആളെ കിട്ടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് യൂസ് ഒരു പ്രത്യേക സിസ്റ്റം ഉപയോഗിക്കാന്ന് പറഞ്ഞിരുന്നു. ആ സിസ്റ്റം അത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? റേഡിയോ പേജിംഗ് സിസ്റ്റം അല്ലേ? അതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. കാരണം ഒരു അങ്ങോട്ട് കാര്യം അറിയിക്കുക എന്നുള്ളത് മാത്രം, പെട്ടെന്ന് ആ കാര്യമൊക്കെ അറിയിക്കാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അത് ഒക്കെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് കൂടുതൽ ഡിസാസ്റ്ററിനെ ആ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ടും ഓർഗനൈസ് ചെയ്യാനായിട്ടും അതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ റേഡിയോ പേജിംഗ് സിസ്റ്റം ഉപയോഗിക്കാം. എന്തായാലും അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ തന്നെ ഡയറക്ടറും എപ്പോഴും അലേർട്ട് ആയിട്ടിരിക്കണം. ഏത് സമയം കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഡിസാസ്റ്റർ കമ്മിറ്റിക്ക് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കും ഡയറക്ടർക്കും ഒക്കെ എപ്പോഴും എന്താ പറയാ റിയൽ ആക്ടിവേഷൻ ഇൻ ദ ഡിസാസ്റ്റർ പ്ലാൻ. ഏറ്റവും നല്ല രീതിയിൽ ഡിസാസ്റ്റർ പ്ലാനിൽ ആക്റ്റീവായി നിൽക്കേണ്ട ആളുകളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഡയറക്ടർ, അതുപോലെ തന്നെ ഡിസാസ്റ്റർ കമ്മിറ്റി. ആ കമ്മിറ്റി നേരത്തെ പറഞ്ഞില്ലേ, അവരെല്ലാവരും അവരൊക്കെ റെസ്പോൺസിബിൾ ആണ് അതിന് വേണ്ടിയിട്ട്. അത് നമ്മള് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു സെന്റൻസ് ആക്ടിവേഷൻ ഓഫ് ഡിസാസ്റ്റർ പ്ലാനിൽ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് നോക്കിയ റെസ്പോൺസിബിലിറ്റി ഫോർ ദ റിയൽ ആക്ടിവേഷൻ അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. പിന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്തേക്കുന്നത് മാർക്ക് ചെയ്യാൻ പറഞ്ഞത് തൊട്ടടുത്ത പേജില് ടാസ്ക് അറ്റ് ദ റിസപ്ഷൻ അല്ലെ. റിസപ്ഷൻ സമയത്ത് അവിടെ ഉണ്ടായിരിക്കേണ്ട ചില പേഴ്സണൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ചില ജോലിക്കാരായിരിക്കും വേണ്ടത്. ഒരു ഡോക്ടർ എന്തിനാ ചെക്ക് ചെയ്യാനായിട്ട്, ചെക്കിംഗ് പ്രയോറിറ്റിക്കാണ്. എന്ന് വെച്ചാൽ ആരാണ് ആദ്യം ചികിത്സിക്കേണ്ടത് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരിക്കണം. പിന്നെ 2 നഴ്സസ് അവരുടെ ഡോക്യുമെന്റുകളൊക്കെ ചെക്ക് ചെയ്യാൻ. ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ അവരുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെക്കണമല്ലോ. ജസ്റ്റ് പേരും മാത്രമൊക്കെ ചിലപ്പോൾ കിട്ടുള്ളൂ. അത് കിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും അവരുടെ കയ്യിൽ ഉണ്ടാകുക. വരുന്ന ആൾക്കാരെ കൊണ്ടുവരുന്നവര് ഇത് ഇന്നാളാണെന്ന് അവർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റണം. ചില ഡിസാസ്റ്റേഴ്സ് അത് സാധ്യമാകില്ല. സോ എന്തെങ്കിലും അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യാം. പിന്നെ ഒരു ക്ലറിക്കൽ വർക്ക്സ് നടത്താനായിട്ട്, അതായത് ഈ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും വാല്യൂബിൾസ് ഒക്കെ അവരുടെ കയ്യിലുണ്ടെങ്കിൽ, എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി എടുത്ത് വെക്കുക, സൂക്ഷിച്ചു വെക്കുക. അത് അവരുടെ ബന്ധപ്പെട്ടവരൊക്കെ ആരെങ്കിലും പിന്നീട് വരുമ്പോൾ അതൊക്കെ ഏൽപ്പിക്കാനുള്ളതാണ്. കൂടാതെ 2 അറ്റൻഡന്മാര് 2 പേര് വേണം. അത് അവർക്ക് മെഡിക്കൽ കംഫർട്ട്സിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ അവർക്ക് വെള്ളം മറ്റേതെങ്കിലും തരത്തിലുള്ള റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ. അത് നമ്മൾ പറഞ്ഞു. ആ ഒരു സാധനം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ഒരു മിനിമം ഡോക്യുമെന്റേഷൻ. ഇവരുടെ കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്ന സമയത്ത് മിനിമം ഇത്രയും കാര്യങ്ങളൊക്കെ വേണം. ചിലപ്പോ പേര്, അവരുടെ വയസ്സ്, ഏജ് ഇത്രയെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കണം. പിന്നെ മെഡിക്കൽ ഡാറ്റ, അതായത് പേഷ്യന്റിന്റെ കാർഡോ ഇൻപേഷ്യന്റ് കാർഡോ ഔട്ട്പേഷ്യന്റ് കാർഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ മെഡിക്കൽ ഡാറ്റ അവർക്ക് ഉപയോഗിക്കാം. പിന്നെ അവരുടെ കണ്ടീഷൻസ്, ആളുടെ പ്രത്യേക അവസ്ഥകൾ എന്താണ് അത് എന്തായാലും വേണം. പിന്നെ ഒരു അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യം അത് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടോ? മിനിമം ഡോക്യുമെന്റേഷൻ കിട്ടുന്നുണ്ടോ? ഓക്കെ. യെസ്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തത് ആ പ്രയോറിറ്റി 1 പ്രയോറിറ്റി 2 എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അടുത്ത പേജിൽ കേട്ടോ. രണ്ടാമത് വീണ്ടും ഒരു എന്താ പറയാ അർജന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട പേഷ്യൻസിനെ വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പേഷ്യൻസ് പ്രയോറിറ്റി 1 വരുന്നതും പ്രയോറിറ്റി 2 അതിന് എക്സാമ്പിൾസ്. ഈ പ്രയോറിറ്റി 1 മുൻഗണന, ഒന്നാമത് മുൻഗണന കൊടുക്കേണ്ട ചില ആളുകൾ എങ്ങനെയുള്ള രോഗങ്ങളുമായിട്ട്, രോഗം മീൻസ് ഇതുപോലുള്ള അപകട ഇഞ്ചുറീസുമായിട്ട് വരുന്ന, അങ്ങനെ അതിന്റെ ആ ഒരു അവസ്ഥ നോക്കിയിട്ടാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 പ്രയോറിറ്റി ഉള്ളത്, ഫസ്റ്റ് പ്രയോറിറ്റിയും സെക്കൻഡ് പ്രയോറിറ്റി. അപ്പൊ അതിൽ വരുന്ന ചില എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ രോഗമാണെന്ന് അല്ലേ.
അത് ടിക്ക് ചെയ്തിട്ടില്ലേ? പ്രയോറിറ്റി 1 വരുന്ന എന്താ പറയാ ഇഞ്ചുറീസ് ഇതൊക്കെയാണ്. പ്രയോറിറ്റി 2 അതിലൊരു സ്കിൽ എന്നുള്ള വാക്ക് മാറ്റി സ്കൾ എന്ന് തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു സ്കൾ എന്ന് അല്ലെ ഒന്നാമത്തെ പ്രയോറിറ്റിയില്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇത് പറഞ്ഞത് മാത്രമാണ്. പിന്നീട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അടുത്ത പേജിൽ നമ്മൾ മാർക്ക് ചെയ്ത് ഏതായിരുന്നു? ഇത് സർജൻസ് ആൻഡ് ഫിസിഷ്യൻസ് ആൻഡ് ഓൾ അതർ സ്പെഷ്യലിസ്റ്റ്. സർജൻ ഓപ്പറേഷൻ ചെയ്യുന്നവര്, ഫിസിഷ്യൻസ്, മറ്റെല്ലാ സ്പെഷ്യലിസ്റ്റുകളും ഹാവ് ടു അഡ്ജസ്റ്റ് ദംസെൽസ് ടു ദ സിറ്റുവേഷൻ പ്രസന്റഡ് ബൈ ദ ഡിസാസ്റ്റർ. ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഹോസ്പിറ്റൽസിൽ വന്നാലും എനിക്ക് ഇതിവിടെ ഓപ്പറേഷൻ ചെയ്യാനുണ്ട്, ഞാനിവിടെ രോഗിയെ നോക്കുകയാണ് എന്നൊന്നും പറയാൻ പാടില്ല. എല്ലാവരും സ്വയം അവരെന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. അവര് ഡിസാസ്റ്റർ പ്ലാനിലേക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ എന്തായാലും അത് ചെയ്യണം. മറ്റേത് ചിലപ്പോൾ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, അത്ര വലിയ സീരിയസ് ഇഷ്യൂ അല്ല എങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അത് നിർത്തി വെച്ചിട്ട് ഒക്കെ ഇതിലേക്ക് സഹകരിക്കണം എന്നുള്ളത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തല്ലേ? ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. Then പിന്നെ നമ്മളുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോഴ്സ് അല്ലെ, ഏതൊക്കെ സാധനങ്ങളായിട്ട് ഇങ്ങനെ എല്ലാം എന്താ പറയുക ഡിസാസ്റ്ററിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഈ പല സാധനങ്ങളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് അവർക്ക് വേണ്ടത് എന്താ പറയാ മെഡിസിൻസ് അല്ലെ, അതൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങള്, മെഡിക്കൽ ഡ്രഗ്സ്, നഴ്സിംഗ് കാര്യങ്ങള്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോഴ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തല്ലേ? ടിക്കറ്റിട്ടില്ലേ? മെഡിസിൻസ്, സ്ട്രക്ചേഴ്സ്, സ്പ്രിങ്സ് ഒക്കെ ഇതൊക്കെ അവിടെ ആവശ്യമുണ്ട്. കാരണം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പല എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ പേഷ്യൻസിന് കൊടുക്കേണ്ടത്. അതൊക്കെ വേണം. പിന്നെ എന്താ പറയാ യെസ്, അപ്പൊ ഇതൊക്കെ. പിന്നെ ഏതാണ് അടുത്തതില്? ആ ബ്ലഡ് ബാങ്ക്. ഒരു ഹോസ്പിറ്റൽസിലെ ബ്ലഡ് ബാങ്ക് കുറെ പേർക്ക് ഇങ്ങനെ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യാനൊക്കെ വരും. അപ്പൊ വളണ്ടിയർ ഡോണേഴ്സ് ആയിട്ട്, ഡോണർ എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് കൊടുക്കുന്ന ആൾക്കാരാണ്, അങ്ങനെയുള്ളവരൊക്കെ വരും. അപ്പൊ അതൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഇത്തരം ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് ബ്ലഡ് സ്വമേധയാ ഡൊണേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ. അപ്പൊ ആ ബ്ലഡ് ഒക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, അത് കളക്ട് ചെയ്ത് വെക്കാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ ഉള്ള അത്. കാരണം കുറെ ആയിരിക്കും വരിക, 1-2 പേരിൽ ഒരുപാട് പേര് വരും സ്വമേധയാ. അന്നേരം നമ്മൾ ആരെയും വിളിച്ചു നോക്കണ്ട, ഈ ഇന്ന ബ്ലഡ് ഉണ്ടോ ഇന്ന ബ്ലഡ് ഉണ്ടോ കിട്ടാനുണ്ടോ എന്ന് ആരെയും അന്വേഷിച്ചോ ചോദിച്ചോ വിളിക്കൊന്നും വേണ്ട. ഓൾറെഡി ഒത്തിരി ആളുകൾ വരും. അപ്പൊ അതൊക്കെ വേണ്ടി. പിന്നെ കുറെ ഫിസിക്കൽ പ്ലാന്റുകൾ, അത് ഒന്ന് വേസ്റ്റ് ഒക്കെ ഡിസ്കാർഡ് ചെയ്യാനുള്ള ഇൻസിനറേറ്റർ പോലെയുള്ള ഒരു സെക്കൻഡറി ചോയ്സ്. അതായത് ഓൾറെഡി ഹോസ്പിറ്റൽസിൽ വേസ്റ്റ് ഒക്കെ ഡിസ്കാർഡ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൂടാതെ ചില എന്താ പറയാ എക്സ്ട്രാ ഇൻസിനറേറ്റർ ഒക്കെ നമ്മൾ വേണം. കാരണം ഇവിടെയും ഒരുപാട് വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഡിസ്കാർഡ് ചെയ്യണം. പിന്നെ പെട്ടെന്നൊക്കെ കറണ്ട് പവർ ഫെയിലിയർ ഉണ്ടായാൽ അതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ടുള്ള എന്താ ജനറേറ്ററോ അതുപോലെയുള്ള മറ്റ് ഏതെങ്കിലും സെക്കൻഡറി ചോയ്സ് ഓഫ് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മെഷീൻസ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഒരുപാട് ഫിസിക്കൽ പ്ലാന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ എക്സ്ട്രാ വേണം, എപ്പോഴും കരുതിയിരിക്കണം. ഇതൊക്കെ എപ്പോഴും കരുതി മുൻകരുതലോടുകൂടി തന്നെ ഇരിക്കണം എന്നാണ് പറയുന്നത്. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ മോർച്ചറിയുടെ കാര്യം പറഞ്ഞു. മോർച്ചറി എങ്ങനെയാണ്? ടെമ്പററി ആണ്, താൽക്കാലികമായിട്ടാണ്. അത് നമുക്ക് ടെന്റ് പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ ആ ടെന്റ് പോലെ ആണെങ്കിലും അതിനൊരു പ്രത്യേക ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? അത് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് എയർ കണ്ടീഷൻഡ് ടെൻസ് വിച്ച് ക്യാൻ ബി ഇറക്റ്റഡ് അല്ലെ, കൺവീനിയന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഹോസ്പിറ്റൽസുകാർക്ക് എന്ത് ചെയ്യാം,
താൽക്കാലികമായിട്ട് ഇറക്ട് ചെയ്യാം, പണി ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അതിന് ഒരു 4 to 6 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ അതിന് ഇത് പാടുള്ളൂ, ടെമ്പറേച്ചർ പാടുള്ളൂ. ഇത്രയും ഇച്ചിരി കൂളിംഗ് ഒക്കെ വേണം, എന്നാലാണ് നമുക്ക് ഈ പറയുന്ന ഡെഡ് ബോഡീസ് ഒക്കെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഡെഡ് ബോഡീസ് ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോഴും ഇത് എന്താ പറയാ, നമുക്കറിയാം ഇത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇവിടെ വലിയ കാര്യമായിട്ടില്ല, കാരണം ഓൾറെഡി ഡിസാസ്റ്റേഴ്സ് കൊണ്ടുണ്ടായ മരണമാണ്. അപ്പോ ഇത് പോസ്റ്റ്മോർട്ടം പോലെയുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ നടപ്പിലാക്കേണ്ടി വരും. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ ഇത് നമ്പർ ഓഫ് ഡെഡ് ബോഡീസ് ആർ മോർ ആൻഡ് മോർ, കൂടുതൽ കൂടുതൽ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ ഡെഡ് ബോഡീസും നമുക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം, ഇത് വേണമെങ്കിൽ നമുക്ക് വേവ് എന്താ പറയാ, ഈ എന്താ പറയുക പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന കാര്യത്തെ ഇല്ലാതാക്കാനായിട്ട് പറ്റും. അതിന് പ്രത്യേകം കഴിവ് അല്ലെങ്കിൽ അധികാരമുള്ള ആളുകളാണ് ഡിവിഷണൽ കമ്മീഷണർ ഓർ സിറ്റി മജിസ്ട്രേറ്റ്, ഇവർക്കാണ് അതിനുള്ള അധികാരം. ടു വേവ് ദ പോസ്റ്റ്മോർട്ടംസ്, പോസ്റ്റ്മോർട്ടംസിനെ അവോയ്ഡ് ചെയ്യാനുള്ള അധികാരം കൊടുക്കാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ, ഇവർ പറയണം. ഇവർ വന്നിട്ട് പറയുകയാണ് ഓക്കെ കുഴപ്പമില്ല, അത് നമുക്ക് കൊടുക്കണ്ട, പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട എന്നുള്ള അവരുടെ ഇതിൽ മാത്രമേ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടാ. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. അപ്പൊ അതും നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ, പോസ്റ്റ്മോർട്ടം വേവ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന കാര്യം അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? ഓക്കെ, സോ ആ ഡിസാസ്റ്റർ നമ്മൾ കുറച്ച് മുമ്പ് എടുക്കുന്ന ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് പറഞ്ഞത്. പിന്നെ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയോ, അണ്ടർലൈൻ ചെയ്യാൻ വിട്ടുപോയോ എന്നുകൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ചാപ്റ്റർ എടുത്തത്. ഓക്കെ, അതും പിന്നെ എച്ച്ആർഎം ഓൾറെഡി ടീച്ചർ എടുത്തു എന്ന് പറഞ്ഞു, ഞാൻ അതിന്റെ വിട്ടുപോയി, ഞാൻ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങി എടുത്തേന്നുള്ളത് മറന്നുപോയി, അതുകൊണ്ടാണ്. സോ ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ, ടൈം പഠിത്തം തന്നെ വരും നിങ്ങൾക്ക്. അപ്പൊ ഇന്നും നാളെയും കൊണ്ട് ക്ലാസ്സുകൾ ഓൾറെഡി ടീച്ചേഴ്സിന്റെ തീർക്കും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാംസ് ആണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ എഴുതി തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റുകൾ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്തതൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. നല്ല കുട്ടികളായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാം. ആൻഡ് അഗെയിൻ വി വിൽ സീ at the time of convocation. So see you, bye, thank you and love you all. Thank you.